സെലിബ്രിറ്റികൾ മാത്രം താമസിക്കുന്ന കോമ്പൗണ്ടിനകത്ത് നിങ്ങൾക്കും ഒരു അത്യാധുനിക വീട് സ്വന്തമാക്കാം. 20 സെന്റിലായിട്ട് 3250 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമോട് കൂട്ടുള്ള ഒരു അടിപൊളി വീടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. വീടെന്ന സ്വപ്നം കാണുന്നവർക്ക്, പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക്, പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു വാല്യുബിൾ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു വാല്യുബിൾ വീടാണ് നമ്മൾ വിൽപ്പനയ്ക്കുള്ളത്. നമുക്കതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. വീടെന്ന സ്വപ്നം കാണുന്നവർക്ക്, കൃഷി സ്നേഹിക്കുന്നവർക്ക്, പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക്, പോസിറ്റീവ് എനർജി ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ, എൻ്റെ ഹൃദയത്തിൽ തട്ടി പറയുന്നു, ആത്മാർത്ഥമായി പറയുന്നു, ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ്. 20 സെന്റിലായിട്ട് 3200 സ്ക്വയർ ഫീറ്റാണ് ഞാൻ പറഞ്ഞു. ഇതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു ഗാർഡനിങ്ങിൻ്റെ പറുദീസയായിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കാണുന്ന ആർട്ടിഫിഷ്യാലിറ്റി ആയിട്ടുള്ള ഒരുപാട് ഗാർഡനിങ് ഏരിയ ഗ്രാസൊക്കെ വെച്ച് പിടിപ്പിക്കുന്നു. അത്തരത്തിൽ നിന്നൊക്കെ മാറി വ്യത്യസ്തമായിട്ട് കൊണ്ട് ഈ വീടിൻ്റെ അകത്തായാലും പുറത്തായാലും ഇതിൻ്റെ ഒരു ഫലവൃക്ഷ തോട്ടം എന്ന് തന്നെ നമുക്ക് ഏകദേശം പറയാം. അതുപോലെ തന്നെ നല്ല ഗാർഡനിങ് ഏരിയ, ഇതൊക്കെ ഒരു മനുഷ്യായുസ് ഫുള്ള് നിന്നാൽ പോലും ഇത്രയും രീതിയിലേക്ക് ഒരു ഇതുപോലെ ഒരു ഗാർഡനിങ് ഏരിയ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഒരിക്കലും സാധ്യമാകും എന്ന് നമുക്കൊക്കെ അറിയാം. ഇന്ന് എല്ലാവർക്കും ക്ഷമയില്ലാത്ത കാലമാണ്. ഇത്തരത്തിലേക്കൊരു ഗാർഡനിങ് ഏരിയ ഒക്കെ ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു ക്ഷമയുണ്ടോ എന്ന് എനിക്കില്ല. പക്ഷേ നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. ഈ കാണുന്ന ഗാർഡനിങ് ഏരിയ ഉൾപ്പെടെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. ഫ്രണ്ടിലേക്ക് നല്ല ഒരു മാവുണ്ട്. മാവിന് ചുറ്റും ഒരു രീതിയിലേക്ക് നല്ലൊരു ഗാർഡൻ ചെയ്തിട്ടുണ്ട്. അകത്തായാലും പുറത്തായാലും നല്ല ഒരു പോസിറ്റീവ് എനർജി തരുന്ന രീതിയിലേക്കുള്ള ഒരു ഗാർഡനിങ് ഏരിയ കണ്ടില്ല. 4 സൈഡും നീറ്റായിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. അപ്പുറത്തെ സൈഡിലേക്ക് പോയാൽ നമുക്ക് ധാരാളം ഫലവൃക്ഷ തോട്ടങ്ങളുണ്ട്. ഏകദേശം ഈ കണ്ടില്ല, അത്യാധുനിക വീട് തന്നെയാണ്. പ്രൈവസിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ രീതിയിലോട്ടുള്ള ഏകദേശം 7 മീറ്ററോളമാണ് ഫ്രണ്ട് റോഡുള്ളത്. മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള പ്രോപ്പർട്ടി കൂടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലും നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു വാല്യുബിൾ പ്രോപ്പർട്ടിയാണ്. ഈ വീടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾ ഞെട്ടും. കാരണം അത് നിങ്ങൾ കണ്ടു തന്നെ അറിയുക. കയറുമ്പോൾ തന്നെ നമുക്ക് സിറ്റ് ഔട്ട് ഏരിയ ഉണ്ട്. അതെല്ലാം അതിമനോഹരമായ രീതിയിലേക്കുള്ള ഒരു ഗാർഡനിങ് ഏരിയ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു നേരത്തെ, ഗാർഡനിങ് ഏരിയ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. കണ്ടില്ലേ, അകത്തേക്ക് കയറുമ്പോൾ തന്നെ അത് നല്ലൊരു രീതിയിലേക്കുള്ള ഒരു വാതിലാണ്. വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു മായാലോകമാണ് എന്ന് തന്നെ പറയാം. ഈ സൈഡിലേക്ക് കയറി വരുമ്പോൾ ഇവിടെയാണ് നമുക്കൊരു ലിവിങ് സ്പേസ് ആയിട്ട് വരുന്നത്. ഒരു ആർക്കിടെക്ട് മോഡലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. അതിമനോഹരമായ രീതിയിലേക്കുള്ള ഒരു ആർക്കിടെക്ട് മോഡലായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ്. ആ ലിവിങ് സ്പേസ് വീട്ടിനുള്ളിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നാച്ചുറൽ ഗാർഡൻ ചെയ്തിട്ടുണ്ട്. നോക്കേ, ഈ സൈഡിലേക്ക് നാച്ചുറൽ ആയിട്ടുള്ള, ശരിക്കും നമുക്ക് തോന്നുന്നു ഒരു ഔട്ട്ഹൗസിലല്ല, ഈ ഇരിക്കുന്നത് നമ്മൾ വീട്ടിനകത്തിരിക്കുന്ന രീതിയിലേക്കാണ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, നമുക്കൊരു ഔട്ട് ഹൗസ് കോട്ടയടക്കം നമ്മൾ പല വീടുകളിലും ഇന്ന് കണ്ടിട്ടുണ്ട്. അവരൊക്കെ മാറി നിൽക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ഈ വീട്ടിൻ്റെ ഗാർഡനിങ് ചെയ്തിട്ടുള്ളത്. അതിൽ അക്ഷരാർത്ഥത്തിൽ ഞാൻ പറയുന്നു, സത്യസന്ധമായി പറയുന്നു, അത്രയും നമുക്ക് കണ്ണിന് കുളിർമ തരുന്ന രീതിയിലേക്കാണ് ഈ വീടിൻ്റെ അകത്തുള്ള ഡിസൈനിങ് പാറ്റേൺ എന്ന് പറയുന്നത്. കണ്ടില്ലേ, നല്ല രീതിയിലേക്കൊരു സൺ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം നല്ല രീതിയിലേക്കുള്ള ഒരു അകത്തേക്ക് കയറുമ്പോൾ ഞാൻ അത്രയും രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ലിവിങ് സ്പേസിലെ കാഴ്ചകൾ ഈ കാണുന്ന കാഴ്ചയാണ് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ എത്തുമ്പോഴത്തേക്കും ഒരു ഡൈനിങ് ഏരിയയിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോഴും നമുക്കൊരു മായാലോകം തന്നെയാണ്. 8 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന പറ്റിയുള്ള വൈഡ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ. അത് കൂടാതെ വരുന്ന നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് അവിടെ നിന്ന് ഒരു ഔട്ട് ഹൗസ് ആയിട്ടുള്ള സ്ഥലത്തും അവിടെ അതിമനോഹരമായ രീതിയിലേക്കുള്ള ഗാർഡനിങ് ഏരിയ എല്ലാം കൊടുത്തിട്ടുള്ള ഒരു രീതിയിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് തോന്നും ഏതോ ഒരു ലക്ഷറി ഫോറസ്റ്റിനകത്തൊക്കെ ഉള്ള ഒരു ഹഡിലാണ് ചെല്ലുന്നത്. പക്ഷെ അത്തരത്തൊന്നുമില്ല. നാച്ചുറൽ ആയിട്ടുള്ള മനസ്സിന് അത്രയും കുളിർമ തരുന്ന രീതിയിലേക്കുള്ള ഒരു വീട് കൂടിയാണ് ഈ വീട്. അപ്പോൾ ഡൈനിങ് ഏരിയയിലേക്ക് നമുക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റിയെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കംപ്ലീറ്റും ചുടുകല്ലും മണലിലാണ് ഈ വീട് പണിഞ്ഞിട്ടുള്ളത്. കംപ്ലീറ്റ് ഉപയോഗിച്ചിരിക്കുന്ന തേക്കും ഈട്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ സൈഡിലൊക്കെ വളരെ കൊത്തുപണികളാൽ നിർമ്മിതമായിട്ടുള്ള അതിമനോഹരമായ രീതിയിലേക്കുള്ള ഒരു സോക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഡോറും പാറ്റേൺ എല്ലാം
തന്നെ തേക്കിൻ തടിയിലാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ ഫർണിച്ചർ എല്ലാം തന്നെ നമുക്ക് തേക്കിൻ തടിയിലും ഈട്ടിയിലുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം, 4 ബെഡ്റൂമാണ് ഈ വീട്ടിലേക്ക് വരുന്നത്. അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള താഴത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു റൂമും മുകളിലെല്ലാം സ്റ്റോറേജ് സ്പേസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്കുള്ള നല്ല നല്ല സ്റ്റോറേജ് സ്പേസ് അലമാരയെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് നടുക്ക് ഒരു കട്ടിലും ഒക്കെ ഇട്ടാൽ പോലും നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസും ആയിട്ട് കൊടുത്തിട്ടുള്ളത്. AC എല്ലാ റൂംസും AC ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇനി ഇതിന് മെയിൻ്റെനൻസ് കോസ്റ്റ് ഒന്നുമില്ല, സീറോ കോസ്റ്റ് മെയിൻ്റെനൻസ് കോസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഈ വീട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. താഴത്തെ ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോഴും സൈസിന്റെ കാര്യത്തിൽ, ബെഡ്റൂം സൈസിന്റെ കാര്യത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. കണ്ടില്ല, അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെയാണ് തേക്കിൻ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, മുകളിലേക്കും കംപ്ലീറ്റ് സ്റ്റോറേജ് സ്പേസുകളുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് ഈ റൂം കൊടുത്തിട്ടുള്ളത്. ഇതിലൊക്കെ കയറുമ്പോൾ തന്നെ നല്ലൊരു എനർജി ആയിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി ആയിട്ടുള്ള രീതിയിലേക്കാണ് കേട്ടോ ഇതൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, നമുക്ക് ഈ സൈഡിലേക്ക് 2 പാർട്ടീഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാത്റൂം സൈസ് നമുക്ക് ഇന്നത്തെ രീതിയിലേക്കുള്ള ടൈൽ പാറ്റേൺ ഒക്കെ മാറ്റുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്ക്, ഒരു ചെറിയ റിനോവേഷൻ ഒക്കെ രീതിയിലേക്ക് അങ്ങനെ ആഗ്രഹിക്കുന്ന മോഡലൊക്കെ മാറ്റുന്നതിന് ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും ചെയ്യാൻ പറ്റില്ല. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീടായതുകൊണ്ട് ഏത് രീതിയിലും നമുക്ക് ഇതിനെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് ഈ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ 2 ഡൈനിങ് സ്പേസ് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് ഏകദേശം 8 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു രീതിയിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ സൈഡിലേക്ക് നമുക്ക് നല്ല വാഷ് സ്പേസിന്റെ ഏരിയയൊക്കെ വളരെ മനോഹരമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് പേഴ്സണലി നമുക്ക് ആരെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു 4-5 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ഡൈനിങ് ഏരിയ കൂടി ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആർക്കിടെക്ട് മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് സ്പേഷ്യസിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ടാണ് ഇത് വളരെ രീതിയിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല മനോഹരമായ രീതിയിലേക്ക് പഴയകാല ഓർമ്മകളൊക്കെ സ്മരിക്കുന്ന രീതിയിലേക്കൊക്കെ ഉള്ള ഒരുപാട് ഫർണിച്ചറുകൾ, അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ നമ്മളിവിടെ വരുമ്പോൾ കണ്ണിന് കുളിർമ നൽകുന്ന രീതിയിലേക്ക് കാണുന്നുണ്ട്. എനിക്ക് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത് വെച്ചാൽ, എനിക്ക് പഴയകാല കാര്യങ്ങളെക്കുറിച്ച്, എനിക്ക് പഴയകാല സാധനങ്ങളൊക്കെ എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ഗാർഡനിങ് ഏരിയ അല്ലെങ്കിൽ ഒരുപാട് കുറച്ച് ഏരിയ കൂടുതലുള്ള പ്രോപ്പർട്ടിയൊക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ തുറന്ന് പറയുന്നത്. നമുക്കിവിടെ CCTV കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ എല്ലാ സ്ഥലങ്ങളിലേക്കുള്ള നമുക്ക് CCTV ലൈവ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അകത്തേക്ക് കയറുമ്പം തന്നെ ഈ രണ്ടാമത്തെ ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. കിച്ചണിന്റെ കാര്യത്തിലൊന്നും യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. കണ്ടില്ലേ, നല്ല വൈഡ് ആയിട്ടുള്ള ഈ കിച്ചണിലേക്ക് ശരിക്കും പറഞ്ഞാൽ ലൈറ്റിന്റെ ആവശ്യമില്ല. അത് ഇത്രയും വലിയൊരു വിൻഡോ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ സൈഡിലേക്കുള്ള നല്ലൊരു എയർ സർക്കുലേഷൻ ഒക്കെ കയറുന്ന രീതിയിലേക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റും തടികളാണ് ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തിട്ടുള്ളത്. ഈ സൈഡിലേക്ക് ഫ്രിഡ്ജൊക്കെ വെക്കാനായിട്ട് വളരെ രീതിയിലേക്ക് അവർ കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ഒക്കെ കണ്ടില്ലേ, അവിടെ ഇതുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അതും നല്ല വൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. വർക്ക് ഏരിയയുടെ കാര്യത്തിൽ നമുക്ക് കിച്ചനേക്കാൾ വലിയൊരു വർക്ക് ഏരിയ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കണ്ടില്ല, 2 സൈഡിലേക്കും ഇറങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു സെർവന്റ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അതുപോലേക്ക് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ ഒരു വാതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ ഇതിൽ ഞാൻ ഔട്ട് സൈഡിലേക്ക് കാണിക്കാറില്ല, കാരണം അവിടെയൊക്കെ നീറ്റ്നെസ് കുറവായിരിക്കും. ഞാൻ ഇതിന്റെ പുറത്ത് ഔട്ട് സൈഡും കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ കിച്ചന്റെ പുറത്തേക്ക് ഇറങ്ങുന്ന ഏരിയ കണ്ടാൽ നമുക്ക് തോന്നും വീടിന്റെ ഫ്രണ്ടേജ് ആണ്. അത്രയ്ക്ക് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഈ പ്രോപ്പർട്ടി. അപ്പോൾ മുകളിലത്തെ ഏരിയയിലേക്ക് പോകുമ്പോൾ നമുക്ക് 2 ബെഡ്റൂമുകളും 2 ബാൽക്കണികളും ഒരു വലിയൊരു സിറ്റ് ഔട്ട് ഏരിയ, ഹോൾ ഏരിയ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ഞാൻ മുകളിൽ 2 ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ അല്ല ഇത് പറയേണ്ടത്. ട്രഡീഷണൽ ടൈപ്പായിട്ട് നമുക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻ ചെയ്യാൻ, ഇതിന്റെ ഓരോ മുക്കും മൂലയിലും നമ്മൾ എത്തുമ്പോഴത്തേക്കും അവിടെ ഓരോ കാര്യങ്ങൾ സ്പെസിഫിക്കേഷൻ ആയിട്ട് പറയേണ്ട ആവശ്യകത ഉള്ള ഒരു വീട് കൂടിയാണ്. അത്രയ്ക്കും ഒരു പോസിറ്റീവ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ചെറിയൊരു സിറ്റ് ഔട്ട് ഏരിയ ആണ്. സാധാരണ നമുക്ക് വൈഡ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് ഏരിയ എന്നാണ് സാധാരണഗതിയിൽ പറഞ്ഞു പോകുന്നത്. പക്ഷെ അവിടെയും അവരെ ഒരു കയ്യൊപ്പ്, അല്ലെങ്കിൽ ഇതിന്റെ ഓണർ ഒരു കയ്യൊപ്പ് എത്തിയിരിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള നല്ലൊരു ഗാർഡനിങ് നാച്ചുറൽ ആയിട്ട് കണ്ടില്ലേ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ല, ഈ ഒരു ചെടിയായാലും അത് മനോഹരമായ രീതിയിലേക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. കണ്ടോ, അതിവിശാലമായിട്ടുള്ള നല്ല രീതിയിലേക്ക് ഒരു വ്യൂ ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. മുകളിലത്തെ ഫ്ലോറിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഞാൻ ആ സിറ്റ് ഔട്ട് ഏരിയ കാണിച്ചു. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴും നല്ല മനോഹരമായ രീതിയിലേക്കുള്ള ഒരു പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടും തേക്കും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ഈ താഴെ ആയാലും ഈ സൈഡിൽ ഹാൻഡ് ഡ്രില്ലായാലും കംപ്ലീറ്റും തേക്കും തടിയിലേക്കാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുകളിലേക്ക് കയറി വരുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയ ആണ് വന്നിരിക്കുന്നത്. അവിടെ നിന്നൊരു സൺസെറ്റ് അടിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് ശരിക്കും ലൈറ്റ് ഞാൻ ഇട്ടിട്ടില്ല. ലൈറ്റ് ഇടേണ്ട ആവശ്യമേ ഇല്ല. മുകളിലത്തെ ഫ്ലോറിലേക്ക് എത്തുമ്പോൾ അത്രയും വൈഡ് ആയിട്ടുള്ള നല്ല വെട്ടവും വെളിച്ചവും കിട്ടുന്ന ഒരു
വീട് കൂടിയാണ്. നമുക്ക് ഇതിനകത്തേക്ക് ഇറങ്ങുന്ന സ്ലൈഡ് ഡോറായിട്ട് അതെല്ലാം തേക്കും തടിയിലാണ്. ഇവിടെ നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയ ഫ്രീ ആയിട്ടിട്ടുണ്ട്. അതിപ്പോൾ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാനോ ബെഡ്റൂം ചെയ്യാനോ ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഈ വീട് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് മാസ്റ്റർ ബെഡ്റൂം എന്ന് തന്നെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു ബെഡ്റൂം സൈസാണ്. ഇതിന്റെ സൈഡ് കംപ്ലീറ്റ്, അതായത് ചുമര് കംപ്ലീറ്റ് തേക്കും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തേക്കും തടിയുടെ ഒരു പർദീസ്, അതായത് ഒരു തറയായാലും ശരിയാണ് ചുമരായാലും കംപ്ലീറ്റ് ബെഡ്റൂമിനകത്ത് മൊത്തവും തേക്കും തടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. സൈഡിലേക്ക് വരുമ്പോൾ സ്റ്റോറേജ് സ്പേസുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടും തേക്കും തടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഒരു 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 ആർക്കിടെക്ട് മോഡൽ എന്ന് ഈ വീടിനെ ഞാൻ പറഞ്ഞതിൽ ആ ഒരു ഡിസൈൻ പാറ്റേണിൽ സ്പേഷ്യസിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഡ്രസ്സിംഗ് റൂം ആയാലും നല്ല വൈഡ് ആയിട്ടുള്ള ഡ്രസ്സിംഗ് റൂമാണ്. ഈ കാണുന്ന കംപ്ലീറ്റ് ഫർണിച്ചറും തേക്കും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു ബാത്റൂം ഒക്കെ തന്നെ ബാത്തപ്പൊക്കെ കൊടുത്തിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം കൂടിയാണ് ഈ ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോഴും സ്പേഷ്യസിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടും തേക്കും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് 2 ബെഡുകൾ കിടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് നമ്മളൊരു മേശ കിടക്കുന്നുണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസുകൾ ധാരാളമുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് ഈ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. എല്ലാ ബെഡ്റൂംസുകളും തന്നെ AC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്പേഷ്യസിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു മാസ്റ്റർ ബെഡ്റൂം പോലെ തന്നെ ഇവിടുത്തെ ബാത്റൂം സൈസുകളില്ലേ, അവിടെ രണ്ടാമത്തെ ബെഡ്റൂമിലും ബാത്ത് ടബ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം മുകളിലത്തെ ഹോളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ സ്ലൈഡ് ഡോർ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം തന്നെ തേക്കും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ബാൽക്കണി ഏരിയ, ശരിക്കും ഇത് ബാൽക്കണി ഏരിയ എന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ഒരു ഗ്രൗണ്ട് ആയിട്ട് കിടക്കുന്ന ഒരു സ്പേഷ്യസ് ആണ്. ഇവിടെ നമുക്കൊരു എന്താ പറയാൻ, ഒരു ഹോം തിയേറ്റർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ബെഡ്റൂം ചെയ്യാനോ ഏത് രീതിയിലേക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന അതിവിശാലമായി നല്ല പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു ബാൽക്കണി ഏരിയ. അപ്പോൾ ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് മുകളിലത്തെ നിലയിൽ നിന്നുകൊണ്ട് നമുക്ക് ബാൽക്കണി ഏരിയ എന്ന് പറഞ്ഞാൽ ഹോളിലേക്ക് TV കാണുന്നെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഈ ബാൽക്കണി ഏരിയയിൽ നിന്ന് നേരെ ഒരു വലിയൊരു TV യൂണിറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരുന്നാൽ തന്നെ നല്ല അതിവിശാലമായ രീതിയിലേക്ക് മനസ്സ് കുളിർന്ന് പ്രകൃതി രമണീയമായ സ്ഥലത്ത് പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൂക്കളെയും പൂമ്പാറ്റകളെയും സ്നേഹിക്കുന്നവർക്ക്, കൃഷി ആഗ്രഹിക്കുന്നവർക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ വീടാണെന്ന് ഞാൻ പറഞ്ഞു. കണ്ടില്ലേ, നമുക്ക് ആ പ്ലാന്റ് ഒക്കെ നല്ല മനോഹരമായ രീതിയിലേക്കാണ്. നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു 2, 3, 4, 5 കാർ പാർക്കിംഗ് നിങ്ങൾക്ക് ചെയ്യാം. ഈ വീടിന്റെ ഏത് സൈഡിലേക്ക് ചെന്നാലും നമുക്ക് ഒരു ഗാർഡനിങ് ഏരിയയുടെ ഒരു പർദീസ് തന്നെയായിട്ട് പറയാം. നമുക്കിതിൽ കുറച്ച് കൃഷിഭൂമി ഉണ്ട് എന്ന് പറയുന്നത് ഈ കാണുന്ന ഇത്രയും സ്ഥലം, ഓൾമോസ്റ്റ് ഒരു 10 സെന്റോളം സ്ഥലം നമുക്ക് കൃഷിഭൂമിയുണ്ട്. അതിൽ ധാരാളം ഫ്രൂട്ട്സ് പ്ലാന്റുകളുണ്ട്. ഏകദേശം 5 6 മൂട് തെങ്ങ്, അതുപോലെ തന്നെ നല്ല രീതിയിലേക്കുള്ള 2 3 മൂട് മാവുണ്ട്, ജാതിമരമുണ്ട്, തേക്ക് മരമുണ്ട്, പുളിഞ്ചിയുണ്ട്, പപ്പായുണ്ട്, വാഴയുണ്ട്, കപ്പയുണ്ട്, കിണറുണ്ട്, പിന്നെ നല്ല വരിക്കപ്ലാവുണ്ട്. നല്ല മാമ്പഴവും വരിക്കപ്ലാവും ഒക്കെ ഇഷ്ടപ്പെടാത്ത ആരും കാണില്ല. മലയാളീസ് ആകുമ്പോൾ അവർക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആണ്. അത്തരക്കാർക്കൊക്കെ നോക്കിയാൽ നല്ല രീതിയിലുള്ള കോട്ടൂക്കണം മാവാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ വരിക്കച്ചക്കയുണ്ട്. എന്നു വേണ്ട ഒരു വീട് ആഗ്രഹിക്കുന്നത്, കൃഷിഭൂമി ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ സിറ്റിക്കുള്ളിൽ, അതായത് സിറ്റിയുടെ വളരെ അടുത്തായിട്ട് വരുന്ന ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വളരെ 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 വാല്യുബിൾ പ്രോപ്പർട്ടിയാണ്. നിങ്ങൾ ഒരു കാരണവശാലും ഈ പ്രോപ്പർട്ടി മിസ് ചെയ്യാൻ പാടില്ല. അപ്പം ഞാൻ പറയും, സെലിബ്രിറ്റികൾ മാത്രം താമസിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്. 20 സെന്റാണ്, 3250 സ്ക്വയർ ഫീറ്റാണ്. നല്ല സ്ക്വയർ പ്ലോട്ടാണ്. ഏകദേശം 10 സെന്റോളം കൃഷിഭൂമിയായിട്ടുള്ള ധാരാളം ഫലവൃക്ഷ തൈകളായിട്ടുള്ള ഒറ്റ കോമ്പൗണ്ടിലെടുത്ത സ്ഥലമാണ്. മെയിൻ റോഡിൽ നിന്നാണ് എൻട്രൻസ് വരുന്നത്. നമുക്ക് ഏകദേശം നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള 7 മീറ്ററോളം 2 3 വണ്ടി ഒരുമിച്ച് പാസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള വലിയ ഒരു വൈഡ് ആയിട്ടുള്ള ഏരിയയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഗാർഡനിങ് ഏരിയ അല്ലെങ്കിൽ വീടിൻ്റെ ഒരു കൺസ്ട്രക്ഷനാണ്. പഴയകാല ചുടുകല്ലിലും മണലിലും തീർത്തിട്ടുള്ള വെരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ കൂടിയായിട്ടുള്ള ഈ വീടും അതുപോലെ ഈ പ്ലാന്റും ഈ കാണുന്ന എല്ലാ അമെനിറ്റീസോട് കൂടി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 2,25,00,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴേക്കുള്ള നമ്പറിലേക്ക് ഞാൻ പറഞ്ഞ 20 സെന്റ് സ്ഥലമാണ്. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ഈ അവസരം ഒരിക്കലും മിസ് ചെയ്യല്ലേ. ഞാൻ ഹൃദയത്തിൽ തട്ടി പറയുന്നു, ഒരു വാല്യുബിൾ പ്രോപ്പർട്ടി എന്ന് ഞാൻ അക്ഷരാർത്ഥത്തിൽ പറയുന്നത്. ഇതിനകത്തേക്ക് വരുമ്പം അക്ഷരാർത്ഥത്തിൽ ഒന്നുകൂടി പറയുന്നു, 100% ഉറപ്പ് പറയുന്നു, ഒരു വാല്യുബിൾ പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടി ഏകദേശം ഈ ഒരു ബഡ്ജറ്റിൽ ഒരു വീട് നോക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും മിസ് ചെയ്യാതെ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് തന്നെ നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കണം.